ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണ്? സമീപ ഭാവിയിൽ തന്നെ ഭാരതം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും 2047-നുള്ളിൽ നാം വികസിത രാജ്യമാകുമെന്നും സധൈര്യം പ്രഖ്യാപിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ആ ശക്തി അത് നമ്മുടെ യുവത്വമാണ്. ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 66% യുവാക്കളാണ്. ഈ യുവശക്തിയെ രാഷ്ട്ര പുരോഗതിക്ക് ഇന്ധനമാക്കാനുള്ള ഇച്ഛാശക്തി തങ്ങൾക്കുണ്ട് എന്നതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ മോദി സർക്കാരിന്റെ ആത്മവിശ്വാസം. കോൺഗ്രസ് ഭരണകാലത്ത് ഈ രാജ്യത്തെ യുവാക്കൾ രൂക്ഷമായ തൊഴിലില്ലായ്മയെ നേരിട്ടിരുന്നു. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുൻപുള്ള 9 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിലെ കണക്കുകളും അധികാരത്തിലേറിയതിനു ശേഷമുള്ള 9 വർഷത്തെ കണക്കുകളും നമുക്കൊന്ന് പരിശോധിക്കാം. 2004 മുതൽ 2013 വരെ കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ജോലി ലഭിച്ചത് 6 ലക്ഷത്തോളം ആളുകൾക്കാണ്. 3.5 ലക്ഷത്തോളം നിയമനങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയും 2 ലക്ഷത്തോളം നിയമനങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയും നടന്നു. എന്നാൽ 9 വർഷത്തെ മോദി ഭരണത്തിൽ 8,82,000-ലേറെ ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ജോലി ലഭിച്ചത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി 4,30,000-ലേറെ നിയമനവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി 4 ലക്ഷത്തിലേറെ നിയമനവുമാണ് നടന്നത്. ഇങ്ങനെ മോദി ഭരണത്തിൽ തൊഴിലവസരങ്ങൾ ഇരട്ടിയായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റോസ്ഗാർ മേളകൾ രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റിയിരിക്കുന്നു. IT, നിർമ്മാണ മേഖല, വ്യാപാരം, ഗതാഗതം എന്നിങ്ങനെ സ്വകാര്യ മേഖലയിൽ 1.5 കോടിയോളം തൊഴിലവസരങ്ങളാണ് മോദി ഭരണത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. മുദ്രാ യോജന, PMEGP, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ വഴിയും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. വികസനത്തിന്റെ പാതയിൽ വിശ്വവിജയത്തിലേക്ക് ഭാരതം കുതിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് കാണാനാവുന്നത്. സമസ്ത മേഖലയിലും സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ മാറ്റൊലിയാണ് കേൾക്കാനാവുന്നത്.